ഒരു സന്തോഷം ഞാൻ പ്രതീക്ഷിച്ചില്ല. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 100 മീറ്ററിലും അതുപോലെ തന്നെ 200 മീറ്ററിലും സ്വർണവും 200 മീറ്ററിൽ റെക്കോർഡോടുകൂടി സ്വർണവും നേടിയ ദേവനന്ദയെ നമ്മളൊക്കെ കണ്ടു. മലയാളികൾ വളരെ സന്തോഷം കൊണ്ട ഒരു വിജയം നേടിയ പെൺകുട്ടിയാണ് ദേവനന്ദ. ആ ദേവനന്ദ അന്ന് പറഞ്ഞ കഥകളിൽ ഉണ്ടായിരുന്ന ഒരാൾ കുട്ടിയുടെ അച്ചമ്മയായിരുന്നു. അച്ഛൻ്റെ അമ്മ ദേവി എന്നാണ് പേരെന്നൊക്കെ പറഞ്ഞിരുന്നു. അവർ ഇപ്പോൾ ജോലി ചെയ്യുന്നത് മാഹിയിലുള്ള ഒരു വീട്ടിലാണ്. ഞങ്ങൾ അവിടെയാണുള്ളത്. ദേവനന്ദയുടെ അമ്മമ്മ അച്ചമ്മ ഇപ്പം നമ്മോടൊപ്പം ശരിയാണ്. അച്ചമ്മയാണ്, അച്ഛൻ്റെ അമ്മയാണ്. അമ്മമ്മ പോലെ തന്നെ അച്ചമ്മയും. അതെ അതെ. പിന്നെ ഇതിനകത്ത് ദേവാനന്ദ് ഇപ്പം വലിയൊരു നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അച്ചമ്മ ഇങ്ങനെ കാണുന്നത്? ഞാനതൊരു എന്തോ ഒരു നിധി പോലെയാണ് കാണുന്നത്. എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. അതിൽ എന്താ ചെയ്യണം, ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ എൻ്റെ മോള് അത്രയും സാഹസം ചെയ്തു. എൻ്റെ കഷ്ടപ്പാട് ഓള് കാണുന്നുണ്ട് ഉള്ളിൽ കൂടെ. അച്ഛമ്മ ഇതിപ്പോ പിന്നെ നമ്മള് സ്വർണം നേടി എന്നുള്ളത് അതിനേക്കാൾ ഇരട്ടി മധുരം ഒരു വീട് കൂടി ആകുന്നു. അതാണ്, വീടും കിട്ടി. അത് ഞാൻ അത്ര ചിന്തിച്ചില്ലായിരുന്നു വീടിൻ്റെ കാര്യമൊന്നും. പക്ഷെ അതും കിട്ടി. എനിക്കെല്ലാം ഒരു നിധി കിട്ടി. നിധി പോലെയാണ് വന്നത്. എൻ്റെ മോള് നന്നായി. ഞാൻ കഷ്ടപ്പെട്ടതിന് ഫലമുണ്ടായി. പിന്നെ ഓളെ പ്രയത്നവും എൻ്റെ കഷ്ടപ്പാടും കൂടി കയ്യിലെടുത്തിട്ട് അവൾ ഇത്രയും സാഹസം ചെയ്ത്. ഈ രോഗങ്ങളെ വരെ ഓള് വിലക്കെടുത്തില്ല. മാഷന്മാർ പറഞ്ഞ് 200 ഓടാൻ പറ്റിയെങ്കിലേ ഓടാവുന്നു. എന്നിട്ടും ഓൾ ഓടിയതാ. വരുന്നേ വരട്ടെ എന്ന് പറഞ്ഞു. 200 റെക്കോർഡും കിട്ടിയത്. വരുന്നേ വരട്ടെ എന്നും പറഞ്ഞിട്ടാ അവള് പോയി. ഞാനും ചോദിച്ചിക്കോളോട് വിളിച്ചിട്ട് മോക്ക് ആവുമോ എന്ന് ചോദിച്ചിട്ട് ആവുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ തടസ്സം പറഞ്ഞിട്ടില്ല. ഒരാളെ വിശ്വാസമല്ലേ വിശ്വാസം. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ ദൈവത്തെ വിളിച്ചുകൂടി. ഇതിപ്പം പിന്നെ നമ്മൾ മത്സരിക്കാൻ പോയത് ഓട്ട മത്സരത്തിനാണെങ്കിൽ ഓട്ട മത്സരത്തിൽ സ്വർണം നേടി. ഒപ്പം ജീവിതത്തിന് വലിയൊരു ആഗ്രഹമായിരുന്നു കുട്ടിക്ക്, അല്ലേ? കുട്ടിക്ക് വീടില്ലാത്ത പോലെ, വീട് വലിയ അപകടം. ആ വീടില്ലാത്തത് കൊണ്ട് ഒക്കെ ഭയങ്കര ടെൻഷനുണ്ട്. പിന്നെ ആരോട് പറയാനാ? അതിനുള്ള കപ്പാസിറ്റിയുള്ള ഒന്നും ആരെയും കയ്യിലില്ല. അങ്ങനെ 2 സൈഡിലും ഇല്ല. പിന്നെ ഇതിൻ്റെ നടുക്ക് ഞാനുള്ളത്. ഇവരെ ഹെൽപ്പിനുള്ള ആളാണ് ഞാൻ. അപ്പം കുട്ടീൻ്റെ ഭാവി നഷ്ടപ്പെട്ടുകൂടാ. പെൺകുട്ടിയല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ അവൾ നന്നായെങ്കിലേ മറ്റേ മോനും കൂടി ഒരു രക്ഷയുള്ളൂ. അതിന് ഞാനുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കഠിനം. ഓള് ചെയ്ത പോലെ തന്നെയാണ് ഞാൻ ചെയ്ത്. ഞങ്ങൾ 2 പ്രയത്നം. അച്ഛമ്മ അങ്ങനെ പറയുന്നത്. ദേവാനന്ദ ആദ്യം പറഞ്ഞത് അച്ഛമ്മേന്റെ കാര്യമാണ്. അച്ഛമ്മ എനിക്ക് വേണ്ടി അത്രയും കഷ്ടപ്പെടും. അച്ഛമ്മ അവള് പറയും അച്ഛമ്മില്ലേ ഞാനില്ല എന്ന് പറയും. അതോള് പറയലുണ്ട്. അച്ഛമ്മില്ലേ പിന്നെ ഞാളില്ലാന്ന്. അച്ഛമ്മക്ക് 70 വയസ്സായി. ആ അച്ഛമ്മ എനിക്ക് വേണ്ടിയിട്ടൊന്ന് കഷ്ടപ്പെടുന്നതാണ് പറഞ്ഞു. അതിപ്പോ ഞാൻ ഒക്കെ തന്നെയാ. 5 പൈസ എൻ്റെ സാലറിന്ന് ഞാൻ എടുക്കുന്നില്ല. ഒക്കെ തന്നെയാ ചെയ്യുന്നത്. ഓളെ നല്ലോണം പ്രേരിപ്പിക്കുക. കുട്ടികൾക്ക് അതല്ലേ വേണ്ടേ? പ്രേരണ കുറയുമ്പോൾ കുട്ടികൾക്കൊരു മനസ്സിനും ഒരു പ്രേരണ കുറയും. അപ്പം നമ്മളതിൽ നല്ലോണം ഇങ്ങനെ പ്രേരിപ്പിച്ചാൽ എന്തിലും ഒരു പ്രേരണ കുട്ടികൾക്കൊരു ധൈര്യം കിട്ടും. ആ ധൈര്യമാണ് ഓളെവിടെ എത്തിച്ച്. അമ്മമ്മ പിന്നെ എന്തായാലും ഇങ്ങനെ ഒരു പ്രേരണ കൊടുക്കുമ്പോൾ ആ കുട്ടീൻ്റെ അകത്ത് നേരത്തെ ഒരു കഴിവുണ്ട് എന്നുള്ളത് നമുക്ക് തോന്നിയിരുന്നു. ചെറിയ സ്കൂളിൽ പഠിക്കുമ്പോ ഉണ്ട്. പിന്നെ ഹൈസ്കൂളിൽ ചെന്നപ്പോൾ ഉണ്ട്. ഹൈസ്കൂളിൽ നിന്നൊന്നും പിന്നെ വലിങ്ങനെയൊന്നും കിട്ടിയില്ല. പിന്നെ ഇപ്പം പുല്ലൂരാമ്പാറ സ്കൂളിലേക്ക് പോയവരാണ്. ഒക്കെ നല്ല കോച്ചും നല്ല സ്കൂളും നല്ല പഠിപ്പും നല്ല സ്കൂളാണ് അത്. എല്ലാവരും നല്ല ഇതില്ല പോയത്. ഇതുവരെ പുല്ലൂരാമ്പാറയ്ക്ക് നല്ല പേരാണ്. ഇപ്പൊ ദേവേച്ചിക്ക് പിന്നെ ആഗ്രഹങ്ങൾ ഇപ്പം കൂടിക്കൂടി വരാന്ന്. അതിന്റെ കാരണം ഇനിയിപ്പം ഇനി അവക്കായിരിക്കും ആഗ്രഹം. പിന്നെ ഞാനിങ്ങനെ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ ചെയ്തു കൊടുക്കും എന്നെ കൊണ്ട് കഴിയുന്ന. ഇനിയും ഒക്കെ ഇനി ഉയരത്തിലെ പോകാൻ. അതായത് ഈ രംഗത്ത് തന്നെ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകാൻ പോകണം എന്നുള്ളതാണ് അമ്മമ്മേന്റെ. അതെനിക്ക് എത്രയോ ഉണ്ട്. ഞാൻ വയ്യോട്ടെക്കൂല. കാരണം എന്താണെന്ന് വെച്ചാൽ വയ്യോട്ട് വെച്ചാൽ എത്തണ്ടേ? എത്തിയാലല്ലാണ്ട് ഇനി ബാക്കിക്ക് ഒരു ആസ്പദമില്ല. ഇനി ഒരു മോനുണ്ട്. ഓനും നല്ലോണം പഠിക്കുന്നൊക്കെ കുട്ടിയാണ്. അവന് നാളെ A ഗ്രേഡ് കിട്ടിയതാണ്. പിന്നെ കണക്കിൻ്റെ ഒരു ഇതില്ല, എന്താ പറയുക, അത് തന്നെ. മറ്റേ A ഗ്രേഡ് കിട്ടിയിക്കോന്. അപ്പം എത്ര ചെറുപ്പത്തിൽ ഓനും ഉണ്ട് എന്തോ ഒരു വാസന. അതിന് ഓള് നിറവേറ്റണം. ഒക്കെ നിറവേറ്റണമെങ്കിൽ ഓളെന്നെ ഉയരത്തിൽ കയറണം. പിന്നെ ഇതിനകത്ത് ഈ പറഞ്ഞത് മന്ത്രി ഇതിനു മുൻപൊന്നും ഇങ്ങനെ കായികമേളയിൽ പിന്നെ ഗോൾഡ് അടിക്കുന്നവർക്കൊന്നും അങ്ങനെ ഒരു വീടിന്റെ കാര്യം ഉണ്ടാവില്ല.
അതപ്പോൾ എങ്ങനെയാ അതിനെ മന്ത്രിയുടെ പ്രഖ്യാപനത്തെ എങ്ങനെയാ കാണുന്നത്? ഓ, അത് ഭയങ്കര ബഹുമാനം തന്നെ നമുക്ക്. എന്തോ ഒരു അനുഗ്രഹം. ആ മന്ത്രിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ. അല്ല, എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു മനസ്സൊക്കെ കാണിക്കണമെങ്കിലൊക്കെ മന്ത്രിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും ഒരു മനസ്സ് വരണ്ടേ എന്തിനും. അതുകൊണ്ട് ആ കുട്ടി ഓളെ മെഡലെല്ലാം സൂക്ഷിച്ചെല്ലാം കണ്ടിക്കല്ലേ എല്ലാവരും. അതുകൊണ്ട് വീട് ഓളെ മെഡലെല്ലാം ഇപ്പം തുരുമ്പ് പിടിക്കുന്നുണ്ട്. പണ്ട് കിട്ടിയ മെഡലൊക്കെ വലിയ ഓളെ LP പഠിക്കുമ്പോഴുള്ള നേരെയൊക്കെ ഉണ്ട്. ഒക്കെ കായികത്തിലും ഇതിലും ഒക്കെ പാട്ടിലും ഡാൻസിലും ഒക്കെ പിന്നെ ഇതുണ്ട്. പാട്ടിനൊക്കെ വിട്ടതാ. അമ്മമ്മേന്റെ ആഗ്രഹം എന്താ അച്ഛമ്മയുടെ? എൻ്റെ ആഗ്രഹം ഓല് നന്നാണോ, ഓല് തന്നെ ഓരത്തിൽ പോട്ടെ, അതെല്ലാം എനിക്ക് ആഗ്രഹമുള്ളൂ. അല്ലാണ്ട് എനിക്ക് തന്നെ ഒന്നും വേണ്ട. ഈ കഷ്ടപ്പാടുകളെ ഇപ്പം സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, വേറൊരു വീട്ടിലാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അതെനിക്ക് അങ്ങനെ ഞാൻ ചിന്തിക്കില്ല. കാരണം നമുക്ക് പണിയാ വേണ്ടത്. പണീനെ നമ്മൾ ഒരിക്കലും ഇതായിട്ട് കാണരുത്. അത് മരണം വരെ ചെയ്യാൻ പറ്റിയ ഞാൻ മരണം വരെ ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് വീണ് പോയിക്കണ്ട അവർ നോക്കട്ടെ, ഇത്രേ എനിക്കുള്ളൂ. ഞാൻ എൻ്റെ മരണം വരെ ജോലി ചെയ്യുമെന്ന് ഉറപ്പിച്ചതാ. ദൈവം ഉറപ്പിച്ച എൻ്റെ തൊട്ട് ഞാനും ഒന്ന് ഉറപ്പിച്ചതാ. അതിന് ആർക്ക് ഉപകരിച്ചാലും, എനിക്ക് ഉപകരിച്ചാലും എൻ്റെ മക്കൾക്ക് ഉപകരിച്ചാലും എന്തായാലും ഇതല്ലേ ഞാൻ ഇത്രയും പ്രായമായിട്ടും ഇതിൽ നിൽക്കുന്നത്. അല്ലാണ്ട് പ്രായക്കാരിയൊന്നും അങ്ങനെ ആരും ജോലിക്കെല്ലാം എടുക്കുക. നമ്മളെ ഒരു കഴിവും പിന്നെ ദൈവം തമ്പുരാൻ്റെ ഒരു കാരുണ്യവും ഒക്കെയാണ് അതിൽ. ഏതായാലും ദേവാനന്ദയുടെ ആ നേട്ടത്തിൽ അച്ഛമ്മ വലിയ സന്തോഷത്തിലാണ്. അപ്പം തന്നെ തനിക്ക് കഴിയാൻ പറ്റുന്ന രൂപത്തിൽ മുന്നോട്ട് ഇനിയും ദേവാനന്ദയെ സഹായിച്ച് ദേവാനന്ദ ഒരു നല്ല നിലയിലെത്തണം. അതിലൂടെ ആ കുടുംബവും കൂടി, ദേവാനന്ദയുടെ കുടുംബവും കൂടി രക്ഷപ്പെടണം എന്നുള്ള വലിയ ആഗ്രഹത്തിലാണ് അച്ഛമ്മയായിട്ടുള്ള ദേവിയേച്ചി ഉള്ളത്. മാഹിയിലുള്ളൊരു വീട്ടിൽ ജോലി ചെയ്യുന്നിടത്താണ് ഞങ്ങൾ വന്ന് കണ്ടത്. വലിയ സന്തോഷമാണ് ദേവി ചേച്ചി ഞങ്ങളോട് പങ്കുവച്ചത്. കണ്ണൂരിൽ നിന്ന് ബിജീഷ് ഗോവിന്ദൻ, മീഡിയ 1.